ഹലോ വ്യൂവേഴ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന വിധത്തിലാട്ടോ. ഇത് ഞാൻ നമ്മുടെ പാലക് ചീര അത് വെച്ചിട്ടാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചപ്പാത്തിക്ക് ഗ്രീൻ കളറ് പച്ച കളറ് വന്നിരിക്കുന്നത്. അതിന് ഞാൻ സൈഡ് ഡിഷായിട്ട് എടുത്തിരിക്കുന്നത് റൈത്തയാട്ടോ, റൈത്ത. ആദ്യം തന്നെ നമ്മുടെ പാലക് ചീര നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ അങ്ങനെ തന്നെ അത് അടുപ്പിലോട്ട് നല്ലോണം വേവിച്ചെടുത്തു കേട്ടോ. അത് ഇച്ചിരി മഞ്ഞളും ശകലം ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ചേ ഉള്ളൂ. അത് അങ്ങനെ തന്നെ ഞാൻ അരിയൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇട്ടിട്ട് നല്ലോണം വെള്ളമൊന്നും ഒഴിക്കുകയേ വേണ്ട. അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും, ആ ചീരയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞിട്ട് നല്ലോണം വേവിച്ചെടുത്തിട്ട് നല്ലോണം ആറിക്കഴിഞ്ഞ ശേഷം ഒരു മിക്സി ജാറിലിട്ടിട്ട് അത് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഞാൻ എന്ത് ചെയ്തു, മിക്സി ജാറിലേക്ക് ഒരു 3 വെളുത്തുള്ളിയില്ലേ അത് അരിഞ്ഞ് അതിലേക്ക് ഞാൻ ചേർക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം ചെറിയൊരു പീസ് ഇഞ്ചിയുടെ പീസാട്ടോ, അത് ഇഞ്ചിയുടെ കഷ്ണമാണ്. അത് നല്ല ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കഴിഞ്ഞ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ചീരയും നല്ലോണം നമ്മൾ മിക്സി ജാറിൽ അരച്ചെടുക്കുക കേട്ടോ. അതിന് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നല്ലോണം അരഞ്ഞ് കിട്ടിക്കോളും. അത് കഴിഞ്ഞ ശേഷം ഞാനത് അരച്ചവിടെ വെച്ച് കഴിഞ്ഞ ശേഷം ഒരു 2 കപ്പ് വീറ്റ് ഫ്ലോർ ഗോതമ്പ് പൗഡർ എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇടുകയാണ്, ഗോതമ്പ് പൗഡർ. അത് കഴിഞ്ഞ ശേഷം ഒരു ശകലം ഉപ്പ് ചേർത്തിട്ട് പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ അരച്ച് വെച്ച ഈ പാലക് ചീര അത് ഈ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടില്ലേ അത് മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് തന്നെ ഇട്ടു കേട്ടോ. അതായത് നമുക്ക് അതിൻ്റെ അകത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അത്രയും തന്നെ മതി. 2 കപ്പ് ഗോതമ്പ് പൗഡറല്ലേ ഉള്ളൂ. അത് ഇതിൽ മിക്സി തന്നെ നമ്മൾ കുഴച്ചെടുത്താൽ മതി. ഞാനതിന് കുറച്ച് വെള്ളമൊക്കെ എടുത്തു വെച്ചു, പക്ഷേ വെള്ളത്തിൻ്റെ ആവശ്യം എനിക്ക് വന്നില്ല. ഇതിൽ തന്നെ ഞാൻ നല്ലോണം കുഴച്ചെടുത്തു. അത് നമ്മൾ നല്ല പേസ്റ്റായിട്ടല്ല നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചത്, അതുകൊണ്ട് അതിൽ തന്നെ കുഴച്ച് ഞാൻ വെള്ളം എടുത്ത് വെച്ചു, പക്ഷേ ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് ടൈറ്റായിട്ടാണ് ഞാൻ കുഴച്ചെടുത്തത്, ഭയങ്കര ലൂസായിട്ടൊന്നുമല്ല, സാധാരണ പോലെ. ഞാൻ അതാണ്ട് നല്ലോണം കുഴച്ചെടുത്തു. വെള്ളമേ ആഡ് ചെയ്യേണ്ടി വന്നില്ല എനിക്ക്. നല്ലോണം തിക്കായിട്ട് കുഴച്ചെടുത്തു കഴിഞ്ഞ ശേഷം കുറച്ച് എണ്ണ തേച്ച് കുറച്ച് നേരം അവിടെ വെച്ചേക്കുക. ഞാൻ ഒരു 5 മിനിറ്റ് പോലും ഞാൻ വെച്ചില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ എടുത്ത് പരത്തി. എല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. പിന്നെ ഞാനത് പരത്താകുമ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തില്ല, അതേപോലെ തന്നെ പരത്തിയാൽ മതി. ആവശ്യത്തിന് എണ്ണ ഒഴിക്കണമെങ്കിൽ ധാരാളം എണ്ണ ഒഴിക്കാം. ആ ചീരയുടെ ഒരു ടേസ്റ്റ് ഉണ്ട് ഈ ചപ്പാത്തിക്ക്. നമ്മളധികം കറിയുടെ ആവശ്യമൊന്നുമില്ല. ചിക്കൻ കറിയോ അല്ലെങ്കിൽ മുട്ടക്കറിയോ കൂട്ടി കഴിച്ചാലും വളരെ ടേസ്റ്റാണ്. ഈ ചീരയുടെ ടേസ്റ്റും നല്ലൊരു ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയാണ് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അതിൽ തന്നെ കുറച്ച് കേട്ടോ ഉരുളകൾ എടുത്തു വെച്ച് കഴിഞ്ഞ ശേഷം നല്ലോണം ഉരുട്ടിക്കഴിഞ്ഞ ശേഷം ഞാൻ പരത്തുവാണ്. നല്ലോണം പരത്തി കഴിഞ്ഞ ശേഷം അത് ഞാൻ 2 മടക്കായിട്ടാണ് പരത്തുന്നത്. അതിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് രണ്ടാമത് മടക്കിയിട്ട് പിന്നെ രണ്ടാമത് ഞാൻ പരത്തിയെടുക്കും. ഞാൻ എപ്പോഴും ചപ്പാത്തി അങ്ങനെയാണ് ഞാൻ പരത്തുക. ഇതിൽ നിറയെ എണ്ണ ഒഴിക്കും ഞാൻ, പക്ഷേ ഇന്ന് അധികം ഞാൻ ഒഴിച്ചില്ല. എണ്ണയല്ലെങ്കിൽ അത് നെയ്യിട്ട് നമ്മൾ ഉണ്ടാക്കിയാലും നല്ലൊരു ടേസ്റ്റാണ്. പക്ഷേ ചൂടോടുകൂടി തന്നെ ഈ ചപ്പാത്തി നമ്മൾ കഴിച്ച് തീർക്കണം കേട്ടോ. ചൂടോടി കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്.
ആറിയാലും അതിൻ്റെ സോഫ്റ്റ്നെസ് ഒന്നും പോകുമൊന്നുമില്ല, അതേപോലെ തന്നെ ഇരിക്കും, ഒന്നും കട്ടിയൊന്നും പിടിക്കുകയൊന്നുമില്ല. ഇതുമ്പോൾ രണ്ടാമത്തെ ഉരുള ഞാനൊരു പരത്തിയെടുക്കുവാണ്. കുറച്ച് എണ്ണയൊക്കെ ഇട്ടിട്ടാണ് ഞാനിപ്പോഴും ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കുന്നത്. ശകലം പൊടിയുടെ ആവശ്യം മതിയെ, വലിയ പൊടിയുടെ ആവശ്യമൊന്നുമില്ല. ആ കുറച്ച് പൊടി തന്നെ നമുക്ക് പരത്തിയെടുക്കാം. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കും. പിള്ളേർ ചീര കഴിച്ചില്ലെന്നും പറഞ്ഞ് നമ്മളെ അവരെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തിട്ട് പിള്ളേർക്ക് കൊടുത്താൽ മതി. പിന്നെ ഒരു വീഡിയോയ്ക്ക് ഒരു നല്ലൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ പാത്രം വെച്ച് ഒരു ഷേപ്പാക്കിയത്, റൗണ്ട് ഷേപ്പ്. പിന്നെ ഇത് രണ്ടാമത്തെ ചപ്പാത്തി ഞാൻ പരത്തിയെടുക്കുകയാണ്. എല്ലാവരും എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. കണ്ടു കഴിഞ്ഞ ശേഷം എല്ലാവരും ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ആരും ഒരു കമൻറ്റ് പോലും എനിക്ക് വരുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇത് കണ്ടു കഴിഞ്ഞ ശേഷം എന്തെങ്കിലും ഒരു ഇത് കമൻറ്റ് താഴെ ആ കമൻറ്റ് ബോക്സിലൊന്നും എഴുതിയിടണേ. പിന്നെ ഞാൻ ചപ്പാത്തി നല്ലോണം പരത്തി എടുത്തിട്ട് പിന്നെ ഞാനത് നല്ലോണം ആ ഒരു പാത്രം വെച്ച് അങ്ങ് ഷേപ്പാക്കി എടുത്ത് വെക്കുകയാണ്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഞാനത് കുറച്ച് മീഡിയം ഫ്ലെയിമിൽ ആദ്യമായിരുന്നു സ്റ്റൗ ഇരുന്നത്, പിന്നെ ഹൈ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് നെയ്യാട്ടോ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത്. നെയ്യിട്ടിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് അത് നല്ലോണം ഒന്ന് ചുട്ടെടുക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെയാണ്, പക്ഷേ ഞാൻ ഇച്ചിരി നെയ്യ് അങ്ങോട്ട് ഇട്ടിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ആ നെയ്യിൻ്റെ ഫ്ലേവർ അതിലേക്ക് കിട്ടുകയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അത് പരത്തുന്ന സമയത്ത് നമുക്ക് നെയ്യിടാം. ഞാൻ അതിൻ്റെ അകത്ത് ഒരു ശക്കല എണ്ണ ഇട്ടുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ എണ്ണ ഇടാം, നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഇടാം. എന്താണോ നിങ്ങളുടെ ആഗ്രഹം അതേപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. ഇത് ഒരു കുഴപ്പമില്ല, സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണിത്. എല്ലാവരും എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ, ഇതിൻ്റെ ഒരു അഭിപ്രായം എന്നെ അറിയിക്കണേ. ഒരു വെറൈറ്റി ചപ്പാത്തിയായിട്ട് എല്ലാവർക്കും ഇതുണ്ടാക്കി ഫാമിലിക്കൊക്കെ കൊടുക്കാം. മുട്ടക്കറി, ചിക്കൻ കറി എന്ത് വെച്ച് വേണമെങ്കിലും ഇത് കഴിക്കാം. കടലക്കറി. ആ ഒരു ചീരയുടെ ടേസ്റ്റ് വരുമ്പോൾ നമ്മളത് ആ കേടിൻ്റെ റേത്ത വെച്ച് കഴിക്കുന്ന സമയത്ത് വേറൊരു ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചത്. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം എടുത്ത് വെച്ചിട്ട് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനിത് എടുത്ത് വെച്ചു കേട്ടോ ചപ്പാത്തി. പിന്നെ ഞാനിത് റൈത്ത ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ സാധാരണ എപ്പോഴും നമ്മൾ റൈത്തയൊക്കെ ഉണ്ടാകത്തില്ലേ അതേപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. കുറച്ച് ഉള്ളി എടുത്തിട്ട് നല്ലോണം ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് എടുത്ത് ഇടുകയാണ്. പിന്നെ അതിനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് അത് അരിഞ്ഞത് അതിൻ്റെ അകത്തിട്ട് ഇടുകയാണ്. അത് കഴിഞ്ഞ ശേഷം കുറച്ച് ഉപ്പ്, ആവശ്യമനുസരിച്ചുള്ള കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പിന്നെ ഞാനെന്ത് ചെയ്യും, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ചെറുതായിട്ട് മല്ലിയില, നമ്മുടെ സാധാരണ മല്ലിയിലയില്ലേ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുകയാണ്. വേണമെങ്കിൽ തക്കാളിയൊക്കെ ഇടാം, പക്ഷേ ഞാനൊന്നും ഇട്ടില്ല തക്കാളിയും ക്യാരറ്റൊന്നും.
അപ്പോൾ ഇത് മാത്രം ഞാൻ ഇട്ടിട്ട് കുറച്ച് നല്ലോണം ഒന്നും ഉള്ളിയും സവാളയും എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ല ഉപ്പൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർത്താൽ വളരെ ടേസ്റ്റാണ്. പക്ഷേ ഞാൻ ഓൾറെഡി ചപ്പാത്തിയിൽ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇതിൽ ഇഞ്ചി ഇടാത്തത്. പിന്നെ തൈരാട്ടോ, നമ്മുടെ ആവശ്യാനുസരണം, നമുക്ക് എത്ര വേണോ ആ ആവശ്യാനുസരണം ആ തൈര് അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എത്ര വേണോ ആ അത്രയും തന്നെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ മതി. ചപ്പാത്തി അതിൻ്റെ റൈത്ത റെഡി. എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കുക, വളരെ ടേസ്റ്റാണ്. ഉണ്ടാവും, നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. എത്ര മടക്കിയാലും അങ്ങ് മടങ്ങിപ്പോൾ, അത്രയ്ക്ക് നല്ല സോഫ്റ്റാണ്. എല്ലാവരും ഇത് വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം എൻ്റെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ആ ലൈക്ക് ബട്ടൺ ഒന്നും പ്രസ് ചെയ്യണേ മറക്കാതെ. കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ കമൻറ്റ് എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. താങ്ക് യു വ്യൂവേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതൊന്ന് ചെയ്തു നോക്കുക എല്ലാവരും, ഈ ചപ്പാത്തി, ഒരു വെറൈറ്റി ചപ്പാത്തി. ബൈ, താങ്ക് യു.